2021 78,527 വോട്ടുകളാണ് അവിടെ UDF ലഭിച്ചത്. 2025 ആകുമ്പോൾ 77,737 വോട്ടുകൾ, അതായത് 1000 വോട്ട് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കുറവാണ്. പക്ഷേ അങ്ങനെ കുറവ് കിട്ടിയാലും അതായത് അവരുടെ ബേസ് ഉണ്ടല്ലോ, ആ ബേസ് വോട്ടുകൾ കൃത്യമായി അവർ പോൾ ചെയ്തു. അത് കഴിഞ്ഞ തവണയും പോൾ ചെയ്തു. ആ ബേസ് വോട്ടുകൾ കഴിഞ്ഞ തവണ LDF അനുകൂലമായ ഒരു തരംഗം സംസ്ഥാനത്തുടനീളം ഉണ്ടായിരിക്കുമ്പോഴും അവർക്ക് അവിടെ പോൾ ചെയ്യാൻ കഴിഞ്ഞ വോട്ടുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടുത്തെ ബേസ് വോട്ടുകളാണല്ലോ. ആ വോട്ടുകൾ എന്ന് പറയുന്നത് UDF മേൽക്കൈയുള്ള ഒരു മണ്ഡലം നിലയ്ക്ക് 78,527 വോട്ടുകളാണ്. ഇത്തവണ വരുമ്പോഴേക്കും അത് 77,737 ചെറിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ പോലും അവരുടെ അടിസ്ഥാന വോട്ടുകൾ അവിടെയുണ്ട്. ആ അടിസ്ഥാന വോട്ടുകളിൽ തന്നെ അവർ വിജയം കാണാൻ കഴിഞ്ഞത് അവിടെ അൻവർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അല്ലെങ്കിലും വിജയിച്ചാൽ ചിലപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടിസ്ഥാന വോട്ടുകൾ മാത്രമേ കോൺഗ്രസ് കിട്ടിയിട്ടുള്ളൂ. അത് മാത്രമല്ല, അൻവറിന് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ഇത്തവണ അൻവറിന് ചെയ്യും എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആളുകൾ അൻവർ ഇല്ലെങ്കിൽ UDF ഉറപ്പായിട്ട് ചെയ്യുക ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചേക്കാം. ഇതിനേക്കാൾ മികച്ച ഭൂരിപക്ഷം അൻവർ ഇല്ലായിരുന്നെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിച്ചേനെ. ഇതെല്ലാം ആയിരിക്കെ തന്നെ പക്ഷേ ഇത്തവണത്തെ ഈ വിജയം എന്ന് പറയുന്നത് അടിസ്ഥാന വോട്ടുകളെ വളരെ കൃത്യമായി അവരുടെ സ്വന്തം വോട്ടുകൾ പോൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം UDF ലഭിച്ച വിജയമാണ്.